ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പണ്ട് കാലത്ത് ഉത്സവ പറമ്പുകളിലും കടകളിലെ ചില്ല് ഭരണികളിലും കാണപ്പെട്ടിരുന്ന പൊരിയുണ്ടയാണ് ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത്. വളരെ എളുപ്പത്തിൽ 2 ചേരുവ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ സൂപ്പർ ആയിട്ടുള്ള ഒരു വിഭവമാണിത്. കറുമുറ കഴിക്കാൻ പറ്റിയ നമ്മുടെ നൊസ്റ്റാൾജിക് വിഭവത്തിന്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പേ എപ്പോഴും പറയാറുള്ളത് പോലെ റൂബീസ് കിച്ചൻ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. പൊരി അഥവാ പഫ്ഡ് റൈസ് ആണ് ഇതിനായിട്ട് വേണ്ടത്. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം, അതായത് ക്രിസ്പി ആയിട്ട് കിട്ടണം നമ്മുടെ പൊരിയുണ്ട ഉണ്ടാക്കാൻ. ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഒരു 200 ഗ്രാം അളവിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ശർക്കര പാനിയാണ്. 400 ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളവും ചേർത്ത് പാനിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഫ്ലേവറിന് ആവശ്യമായ ഏലക്കപ്പൊടിയാണ്. അത് 2 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഒരു നൂൽ പരുവം പോലെ ആവണം. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൊരിക്ക് നല്ല ക്രിസ്പിനെസ് ഉണ്ടാവണം, നല്ല വറുത്ത പൊരിയായിരിക്കണം ഇതിനു വേണ്ടി എടുക്കേണ്ടതെന്ന്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് പതയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം ശർക്കര റെഡി ആയിട്ടുണ്ടോ എന്ന്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അല്പം വെള്ളം എടുത്ത ശേഷം ഇതിൽ നിന്ന് ശർക്കര അല്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കട്ടിയായിട്ട് നല്ല തിക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് റെഡിയായി കഴിഞ്ഞു എന്നാണ്. ഈ സമയം നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഏലക്കപ്പൊടി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഏലക്കപ്പൊടി ഒന്ന് ചേർക്കുമ്പോൾ ഒന്ന് ഫ്ലേവറായി നല്ല ടേസ്റ്റ് ഒന്ന് വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് ഞാൻ ഏലക്കപ്പൊടി ചേർത്തതാണ്. എനിക്ക് അങ്ങനെ ചേർത്തുണ്ടാക്കി കഴിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനതങ്ങനെ ചേർത്തത്. ശേഷം നമുക്ക് പൊരി അഥവാ പഫ്ഡ് റൈസ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ സമയം തീ വളരെ കുറച്ച് വേണം വെക്കേണ്ടത്. നന്നായിട്ട് പൊരി ശർക്കരയിലേക്ക് മിക്സ് ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം വേണം തീ ഓഫ് ചെയ്യാൻ. ഇനി ചെറിയ ചൂടാവുന്നത് വരെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതായത് നന്നായിട്ട് തണുത്തു പോകരുത്, ചെറിയ ചൂടിൽ വേണം നമുക്കിതിനെ ഉരുട്ടിയെടുക്കാൻ. കയ്യിൽ അല്പം എണ്ണയോ നെയ്യോ പുരട്ടിയ ശേഷം ചെറു ചൂടോടുകൂടി ഇതിൽ നിന്ന് അല്പം എടുത്ത് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി നമുക്ക് പൊരിയുണ്ട തയ്യാറാക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ക്രിസ്പിയും ടേസ്റ്റിയുമായ പൊരിയുണ്ട തയ്യാറായി കഴിഞ്ഞു. ശരിക്കും ഒരു നൊസ്റ്റാൾജിക് വിഭവമായ പൊരിയുണ്ട മിക്കവാറും ഇപ്പോഴത്തെ കുട്ടികളൊന്നും പൊരിയുണ്ട കഴിച്ചിരിക്കാൻ ഇടയില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ രുചികരമായി തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. നമ്മുടെ നൊസ്റ്റാൾജിക് വിഭവമായ പൊരിയുണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.